2025 ജൂൺ മാസം 29 തമിഴ്നാട്ടിലെ ശിവഗംഗൈ ജില്ലയിലെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനായ അജിത് കുമാർ കൊല്ലപ്പെടുകയാണ്. ജസ്റ്റിസ് ഫോർ അജിത് കുമാർ എന്ന ഹാഷ്ടാഗ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. ഇനി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇത് സംസാരിച്ച് നമുക്കെന്ത് ഫലമാണ് ലഭിക്കാൻ പോകുന്നത്? പോലീസിനെതിരെ, സർക്കാരിനെതിരെ സംസാരിച്ചിട്ട് എന്ത് ഗുണമാണുള്ളത്? അതൊക്കെ സാധിക്കില്ല. അങ്ങനെ സംസാരിച്ചാൽ അവരൊക്കെ നമുക്കെതിരെ തന്നെ തിരിയുമെന്നുള്ളൊരു ഭയം ഉണ്ടാകാം. പക്ഷെ മനസാക്ഷിയുള്ള ആർക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കാനാകില്ല. ജസ്റ്റിസ് ഫോർ ഉദയകുമാർ, ജസ്റ്റിസ് ഫോർ ശ്രീജിത്ത്, ജസ്റ്റിസ് ഫോർ രജിത്, ജസ്റ്റിസ് ഫോർ രാജ്കുമാർ, ഇതൊന്നും നമ്മൾ മറന്നിട്ടേ ഉണ്ടാകില്ല. അന്നൊക്കെ സംസാരിച്ച നമ്മൾ ഇന്ന് സംസാരിക്കാൻ എന്തുകൊണ്ട് ഭയപ്പെടുന്നുവെന്നൊരു ചോദ്യം വരണം. ഇപ്പൊ നമുക്കെതിരെ സംസാരിച്ചാൽ നമുക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമോ, ഗുണ്ട ആക്ട് ഉണ്ടാകുമോ, നമുക്കെതിരെ തന്നെ പോലീസ് നീങ്ങുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് പലരും സംസാരിക്കാത്തത്. കേരളത്തിൽ ഇതിനകം തന്നെ ഒരുപാട് ലോക്കപ്പ് ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലുടനീളം സംവേദമുളവാക്കിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ള പല കേസുകൾ അന്നു മുതൽ ഇന്നുവരെയും ഇതുപോലുള്ള സംഭവങ്ങൾ നീണ്ടുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ അടുത്തിടെ തമിഴ്നാട്ടിൽ ഒരു ദിവസം മുൻപ് സംഭവിച്ചത് അജിത് കുമാർ എന്ന വ്യക്തി ഇതേ രീതിയിൽ തന്നെ മരിച്ചു. അതാണ് ജസ്റ്റിസ് ഫോർ അജിത് കുമാർ. ശിവഗംഗയിൽ മടപ്പുറം എന്ന സ്ഥലത്ത് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്. ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണത്. അതുപോലെ 27-ാം തീയതി തിരുമംഗലം എന്ന സ്ഥലത്തെ ശിവഗാമി, അവരുടെ മകൾ നികിത, രണ്ടുപേരും ആ ക്ഷേത്രത്തിലേക്ക് വരുന്നു. എന്നാൽ ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ ഈ ശിവഗാമിക്ക് ആരോഗ്യനില ഒരല്പം മോശമായി. അതുകൊണ്ട് മകളായ നികിത അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനായ അജിത് കുമാറിനോട് സഹായം ചോദിക്കുകയാണ്. കാർ ഒന്ന് പാർക്ക് ചെയ്യണം, അമ്മയെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണമെന്ന്. സഹായം ചെയ്യാനായി ഈ അജിത് കുമാർ മുന്നിലേക്ക് വരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കാർ ഓടിക്കാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് താൻ സഹായത്തിനായി മറ്റൊരാളെ വിളിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരാളെ വിളിച്ചു കൊണ്ടുവരികയും ആ കാർ പാർക്ക് ചെയ്യുന്നു. അമ്മയെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. കാര്യങ്ങളെല്ലാം വളരെ നന്നായി തന്നെ നടന്നു. അങ്ങനെ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞതിന് ശേഷം മകളായ നികിത തിരികെ വരുന്നു. കാറിലേക്ക് വന്നപ്പോഴാണ് കാറിലുണ്ടായിരുന്ന 9.5 പവൻ സ്വർണം കാണാനില്ല എന്നൊരു കാര്യം അവൾ മനസ്സിലാക്കിയത്. നികിത ഉടനെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. ഇദ്ദേഹത്തോടാണ് ഞാൻ സഹായം ചോദിച്ചത്, ഇദ്ദേഹവും വേറൊരാളും കൂടിയായിരുന്നു എന്നെ സഹായിച്ചത് കാർ പാർക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും. അപ്പോൾ ഇതൊക്കെ വെള്ളിയാഴ്ച സംഭവിച്ചതാണ്. ശനിയാഴ്ച രാവിലെ ഒരു 6-6:30 കൂടി 5-6 പോലീസുകാർ ഒരുമിച്ച് അജിത് കുമാറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. വീടിനുള്ളിൽ കയറി മുഴുവനും പരിശോധിച്ചു. അജിത് കുമാറും വീട്ടിലുണ്ടായിരുന്ന മറ്റംഗങ്ങളും എന്താണ് സംഭവം എന്ന് ചോദിച്ചു. പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. എവിടെയാണ് നീ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്, സത്യം പറയുന്ന മാത്രമേ പറയുന്നുള്ളൂ. ഉടൻ തന്നെ വീടിനുള്ളിലുണ്ടായിരുന്ന അജിത് കുമാറിനെ പുറത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. പോരാത്തതിന് അദ്ദേഹത്തിന്റെ സഹോദരനായ നിവിനെയും. രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുവാനായി വാനിനുള്ളിലേക്ക് കയറ്റി. ആ വാൻ അവിടെ നിന്നും തിരിച്ചു. പക്ഷേ പോയത് പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരുന്നില്ല, മറ്റൊരു സ്ഥലത്തേക്ക്. ആ വാനിൽ കയറ്റിയ ആ സമയം മുതൽ രണ്ടുപേരെയും മർദ്ദിക്കുന്നുണ്ടായിരുന്നു. സത്യം പറയാൻ മാത്രമായിരുന്നു ആവശ്യപ്പെടുന്നത്. അജിത് കുമാറിനെ കുറെ അടിച്ചു. അതിനുശേഷം താൻ ഒന്നും ചെയ്തിട്ടില്ല, തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അജിത് കുമാറിന്റെ മുൻപിൽ സഹോദരനായ നിവിനെ മുട്ടുകുത്തിയിരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അവനെയും അടിക്കാൻ തുടങ്ങി. മർദ്ദനത്തിന് യാതൊരു കയ്യും കണക്കും ഇല്ലായിരുന്നുവെന്നാണ് സഹോദരൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അവൻ അടിച്ചാங்க, നീ ഫുള്ളാ എங்க അണ്ണനെ അടിച്ചാங்க, എന്നെ അടിച്ചാங்க, ഒരു ഹാഫ് ആൻ അവർ അവൻ മുന്നിൽ വെച്ച് അടിച്ചാங்க. രണ്ടുപേരെയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയല്ലോ, അതോടുകൂടി അവസാനിച്ചില്ല. അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് മർദ്ദിച്ചു. ഏകദേശം 7 പോലീസുകാർ കൂട്ടം കൂടി നിന്ന് തങ്ങളെ ആക്രമിച്ചു, അടിച്ചു, മർദ്ദിച്ചു എന്നാണ് ആ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അടിച്ചടിച്ച് അവസാനം അജിത് കുമാർ മരിക്കുക തന്നെ ചെയ്തു. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരാൾ മരിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം അടിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണവാർത്ത നേരിട്ട് ആ വീട്ടിലേക്ക് അറിയിച്ചിട്ടില്ല. പലരും പറഞ്ഞ് ഇങ്ങനെ ഒരാൾ പോലീസിന്റെ അടിയേറ്റ് മരിച്ചു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മരിച്ചു. അതാണ് സത്യം. മർദ്ദനമേറ്റു, അവശ്യ നിലയിലായി, മനസ്സിലായി, മരിക്കാറായി എന്ന് പോലീസുകാർക്ക് മനസ്സിലായപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് തന്നെ മരിച്ചു. ഡോക്ടർ പരിശോധിച്ചിട്ട് മരിച്ചു എന്ന് തന്നെയാണ് അവസാന റിപ്പോർട്ട് കൊടുത്തത്. ഇക്കാര്യം പോലീസുകാർ നേരിട്ട് അജിത് കുമാറിന്റെ വീട്ടിൽ വിളിച്ച് അറിയിച്ചില്ല. പലരും പറഞ്ഞാണ് ആ വീട്ടുകാർ തന്നെ ഇക്കാര്യം അറിയുന്നത്. തുടർന്ന് ആ നാട്ടിൽ വലിയൊരു പ്രതിഷേധം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. മക്കൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇങ്ങനെ അടിക്കാനും കൊല്ലാനും മാത്രം അവർ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പലരും ചോദിക്കുന്നത്. ആഭരണം മോഷണം പോയി, അത് ഇവർ തന്നെ എടുത്തു എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? മോഷണം പോയ ആഭരണം എവിടെയാണ്?
ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. പോലീസ് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയി. ചോദ്യം ചെയ്യുന്നു എന്ന പേരിൽ അടിച്ചടിച്ച് ഒരാളുടെ ജീവൻ തന്നെ പോയി എന്നുള്ളതാണ് സത്യം. ഇതിനൊക്കെയാണ് ലോക്കപ്പ് ഡെത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഈ ലോക്കപ്പിനുള്ളിൽ വെച്ചല്ല സംഭവിച്ചത്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഉള്ളിൽ വെച്ച് സംഭവിക്കാത്തത് കൊണ്ട് ഇത് ലോക്കപ്പ് ഡെത്ത് ആകില്ല. ഇത് അന്വേഷണത്തിന്റെ പേരിൽ ഞങ്ങൾ ചോദ്യം ചെയ്തു, പെട്ടെന്ന് അയാൾക്ക് സുഖമില്ലാതായി, അവശ നിലയിലായി അയാൾ മരിച്ചു. ഇതൊക്കെയാണ് പോലീസുകാർ പറയുന്നത്. എങ്കിൽ പോലും ഇതിൽ ഉൾപ്പെട്ട ഏകദേശം 6-7 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആദ്യഘട്ട വിവരം. സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ യാതൊരു തെറ്റും ചെയ്യാത്തവരെ ആരും സസ്പെൻഡ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഇവരെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ എന്തൊക്കെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് സത്യം. ആ അമ്മ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ജീവനോടെ കൊണ്ടുപോയ എന്റെ മകനെ ശവമായി തിരികെ കൊണ്ടുവന്നല്ലോ, ഞാനിനി എന്ത് ചെയ്യുമെന്ന്. സഹോദരനാണെങ്കിൽ കരഞ്ഞു കരഞ്ഞ് കണ്ണിൽ നിന്നും ഇപ്പോൾ കണ്ണുനീർ പോലും വരുന്നില്ല. സഹോദരൻ പറഞ്ഞത്, ഞങ്ങൾ ഒരുപാട് അടിച്ചു, കൈയും കാലും കയറ് കെട്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് അടിച്ചു, പ്ലാസ്റ്റിക് പൈപ്പ് വെച്ച് അടിച്ചു. ഇങ്ങനെ അവിടെ സംഭവിച്ച ആ ക്രൂരത വിവരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ പലരും ചിന്തിച്ചു പോകുന്നത്, ഇത്രയും അടിക്കാൻ വേണ്ടി അവിടെ എന്ത് സംഭവിച്ചു, എന്ത് തെറ്റവർ ചെയ്തു എന്ന്. അപ്പൊ പിന്നെ മനുഷ്യജീവൻ ഇത്ര മാത്രമേ ഉള്ളൂ മൂല്യം? 9 പവന്റെ ആഭരണത്തിന് വേണ്ടി ഒരാളുടെ ജീവൻ തന്നെ പോയി. 10 ലക്ഷം രൂപ മാത്രമാണോ ഒരു ജീവന്റെ വില? ഇതിലും ക്രൂരമായ ഒരു കാര്യം എന്താണെന്ന് അറിയണ്ടേ? ആർക്കും നിയമം വാങ്ങിക്കൊടുത്ത ചരിത്രമില്ല. ജസ്റ്റിസ് ജസ്റ്റിസ് എന്നൊക്കെ നമ്മൾ ഒരു പക്ഷേ ഇങ്ങനെ വീഡിയോസ് ഇടും, പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളും കണ്ടുകൊണ്ടിരിക്കും, കേട്ടുകൊണ്ടിരിക്കും. നാളെ ഇതേ സമാനമായ രീതിയിലൊരു സംഭവം നമുക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടി ആര് സ്വരമുയർത്തും എന്നുള്ളതാണ് ഇവിടെ വരുന്നൊരു ആശങ്ക. പറയാൻ പോലും ഭയമാണ്. കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ്, സാധാരണ ഒരു കുടുംബമാണ്. ഇന്ന ജാതി ഇന്ന മതത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ അവരെ അടിച്ചു കൊന്നാൽ പോലും ചോദിക്കാനോ പറയാനോ ആരുമില്ല എന്നൊരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഇന്നത്തെ കാലത്ത് ഒരു കൊലപാതകം ചെയ്യാൻ പിന്നെ കാരണമേ ആവശ്യമില്ല. ഇനി ഇവിടെ നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അവർ കേസ് അന്വേഷിക്കണം. എന്താണ് യഥാർത്ഥ കാരണം? ഈ മരണത്തിന് ഒരു നീതി വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. സത്യത്തിൽ അവിടെ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല. ഇപ്പോഴത്തേക്ക് ചിലർ പറഞ്ഞ കാര്യങ്ങൾ, ഇതിൽ ബാധിക്കപ്പെട്ടവർ പറഞ്ഞ കാര്യങ്ങൾ, ഇന്റർവ്യൂ കൊടുത്തത്, ഇതിലൂടെ മാത്രമേ എന്ത് സംഭവിച്ചു കാണുമെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. കേരള ചരിത്രം പഠിച്ചവർക്ക് അല്ലെങ്കിൽ ഈ ലോക്കപ്പ് ഡെത്ത്സിനെ കുറിച്ചൊക്കെ അറിയാവുന്നവർക്ക് രാജൻ കേസ് മറക്കാനാകില്ല. മൃതദേഹം പോലും കണ്ടെത്താനായില്ല. പിതാവ് തുടർന്ന് ഹർജി കൊടുത്തുകൊണ്ടേയിരുന്നു. കേസിൽ കേരളത്തിൽ ആദ്യമായി സർക്കാർ തകർന്നു വീണു. അതായത് അന്നത്തെ കരുണാകരൻ തന്നെ രാജിവെച്ചു. രാജൻ എന്ന പേരിൽ ആഹ്വാനം ചെയ്ത മനുഷ്യത്വ പോരാട്ടം നടന്നു. ഇത് ആദ്യത്തെ ഒരു കസ്റ്റഡി മരണം എന്ന നിലയിൽ മാനവാവകാശ സമരത്തിനൊരു തുടക്കം തന്നെ ഇട്ടു. പിന്നീട് 2005 ഉദയകുമാർ കേസ്, 2018 ശ്രീജിത്ത് കേസ്, ഇതും ആരും മറന്നിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. 2020 സത്യൻകുളം കേസ്, 2021 വിഷ്ണു ലോക്കപ്പ് കേസ്. ഇങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ടേ പോകാം, മുൻപും ഇതിനു ശേഷവും. ഇതിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കാനുള്ളതാണോ അതോ ഭീതിയിലാഴ്ത്താനുള്ളതാണോ? ലോക്കപ്പ് മരണം എന്നത് ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ആരെങ്കിലും സംസാരിക്കുമോ, വാ തുറക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജാതിക്ക് കീഴിലായിരിക്കണം, ഏതെങ്കിലും മതത്തിന് കീഴിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു വലിയ അധികാരത്തിലുള്ളവരായിരിക്കണം, പണമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഉയർന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നീതി ലഭിക്കും, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു 10-15 പേരൊക്കെ വരും. അപ്പോഴും അവിടെ ഒരു ചോദ്യം വരുന്നത്, അപ്പോൾ സാധാരണക്കാർ എന്ത് ചെയ്യും? അവരുടെ അവസ്ഥ എന്ത്? മനുഷ്യത്വം എന്നൊരു കാര്യം ഉണ്ടല്ലോ. ഈ ഒരു കേസിലും നോക്കുമ്പോൾ ചേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അതിന് സഹോദരനെയും കൊണ്ടുപോയി അടിച്ച് ടോർച്ചർ ചെയ്യുക. ചേട്ടന് പകരം സഹോദരൻ മരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും കേസ് മറ്റൊരു രീതിയിലേക്ക് പോകുമായിരുന്നു. അപ്പൊ പിന്നെ ആർക്കാണ് ഇവർക്ക് ഈ അധികാരം നൽകിയത്? ഇവിടെ തെറ്റേത് ശരിയേത് ഒന്നും വേർതിരിച്ചറിയാത്ത ഒരു ഘട്ടത്തിൽ പോലും ഒരാളെ മർദ്ദിച്ച് കൊല്ലണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ അധികാരം ആര് നൽകി? ഇവിടെ ഈ അധികാര ദുഷ്പ്രയോഗം അധികാരമുള്ളവർ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഇവരെയൊക്കെ വിശ്വസിക്കാൻ സാധിക്കും? നല്ല പോലീസുകാരെയും ഇങ്ങനെ ഒരു ക്രൂരന്മാരുടെ മുഖംമൂടി അണിഞ്ഞ പോലീസുകാരെ നമുക്ക് എങ്ങനെ വേർതിരിച്ചറിയാൻ സാധിക്കും? ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ്. ഇതൊക്കെ കൊണ്ടാണ് ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പോലും പോലീസുകാരുടെ മുന്നിൽ പോകാൻ, പോലീസ് സ്റ്റേഷന്റെ ആ ഒരു പരിസരത്ത് പോകാൻ പോലും പലരും ഭയപ്പെടും. ഇവിടെ ജസ്റ്റിസ് ഫോർ അജിത് കുമാർ എന്നൊക്കെ പറയുമ്പോൾ പറയുന്നത് പോലെ അത്ര സിമ്പിളായ കാര്യമല്ല. ഇതിപ്പോ സംഭവിച്ചിരിക്കുന്ന തമിഴ്നാട്ടിൽ, ഇനിയിപ്പോ തമിഴ്നാട്ടിലാണെങ്കിലും അതിപ്പോ കേരളത്തിലാണെങ്കിലും കസ്റ്റഡി മരണങ്ങൾ, ഈ ഓരോ സംഭവത്തിന് പിന്നിലും ഓരോ കുടുംബത്തിന്റെ വേദന, നീതി കിട്ടാത്ത പ്രതീക്ഷ, മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരവധിയുണ്ട്. സത്യത്തിൽ കസ്റ്റഡിയിൽ ഒരു കുറ്റവാളിയോട്, കുറ്റവാളി ആയിക്കോട്ടെ കുറ്റവാളി അല്ലാതിരിക്കട്ടെ, ഒരു മനുഷ്യനോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറാനുള്ള അവകാശം ആർക്കും തന്നെ ഇല്ല, പോലീസുകാർക്കില്ല.
ഒരു കുറ്റവാളിക്ക് നിയമപരമായ നടപടിക്രമങ്ങൾ മറികടന്ന് ശിക്ഷ നൽകാനാകില്ല. പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു ധാരണ ഉണ്ടാകണം, പ്രതികരിക്കുന്നവരാകണം. കാരണം നമ്മൾ നീതി ആവശ്യപ്പെടുമ്പോഴാണ് വ്യവസ്ഥിതിയിലേക്കുള്ള ദിശമാറ്റം സംഭവിക്കുന്നത്. ഈ കസ്റ്റഡി മരണങ്ങൾക്ക് നമുക്ക് സംഭവിക്കേണ്ടി വരുന്ന ദൗർഭാഗ്യങ്ങളെ അല്ല. അതിനെതിരെ നിയമം, ജനാധിപത്യം, ബോധതലങ്ങളെല്ലാം അതിജീവിക്കണം. ഓരോരുത്തരും ഇതിനെതിരെയുള്ള ചോദ്യങ്ങൾ ഉയർത്തണം. ഇവർക്ക് ആരാണ് അധികാരം നൽകിയത്? ഈ മരണത്തിന് പുറകിലെ സത്യം എന്ത്? ഇവർക്കുള്ള ശിക്ഷ ലഭിക്കുമോ? ഈ അധികാര ദുഷ്പ്രയോഗം നടത്തിയവർക്കുള്ള ശിക്ഷ ലഭിക്കുമോ? ഇതൊക്കെ നമ്മൾ ചോദിക്കണം. ഈ അധികാര ദുഷ്പ്രയോഗം, ശിക്ഷ എന്നൊക്കെ പറയുമ്പോഴാണ് മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ നിയമം സംരക്ഷിക്കേണ്ട ചിലർ തന്നെയാണ് ഈ നിയമ ലംഘകരാകുന്നത്. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ സുരക്ഷയുടെ പ്രതീകമാകേണ്ട ഒരിടം ഭീതിയുടെ ഒരിടമാകുമ്പോൾ നമ്മൾ ഇതിനെതിരെ ചോദിക്കണം. ഇതൊക്കെ എത്ര നാൾ തുടരും? ഒരു ജീവൻ വെടിഞ്ഞു പോയതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? കസ്റ്റഡി മരണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വാർത്തയാക്കി മാത്രം നമ്മൾ ചുരുക്കാൻ പാടില്ല. ഇതിന് പുറകിലുള്ള ഭയം, യാഥാർത്ഥ്യം ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊരു വ്യക്തിയുടെ മാത്രം കഥയല്ല. നീതി, നിയമ വ്യവസ്ഥ ഇതെല്ലാം തകർന്നുപോയ ഒരു സമൂഹത്തിന്റെ കണ്ണീരാണ്. ഇനി ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചാൽ, ഈ യൂട്യൂബിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ തന്നെ താഴെ വന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെതിരെ ട്രോൾ ചെയ്യുക. ഈ വീഡിയോസ് തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് സർക്കാരിനെതിരെ സംസാരിച്ചു, നിയമത്തിനെതിരെ സംസാരിച്ചു, പോലീസുകാർക്കെതിരെ സംസാരിച്ചു. എന്നാൽ ഇവിടെ നടന്ന കാര്യങ്ങൾ നടന്നു എന്ന് മാത്രം പറയുന്നു. ആരും ആർക്കും എതിരെ സംസാരിക്കുന്നേയില്ല. ഇവിടെ രാഷ്ട്രീയത്തിനെതിരെയോ അധികാരത്തിനെതിരെയോ ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടെ ജസ്റ്റിസ് ആണ് ചോദിക്കുന്നത്. സത്യത്തിൽ നമുക്ക് ആവശ്യം അധികാര ദുഷ്പ്രയോഗം സംഭവിക്കാത്തൊരു സമൂഹമാണ്. അധികാരമുള്ള വ്യക്തികൾ ആ അധികാരം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ജനങ്ങളെ ഭയപ്പെടുത്താനല്ല ഉപയോഗിക്കേണ്ടത്. ജനങ്ങളെ ഒടുക്കി നിർത്താൻ, അടിമയാക്കി നിർത്താൻ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയോ അധികാരത്തിലുള്ളവർക്ക് വേണ്ടിയോ പ്രയോഗിക്കാനല്ല ഈ അധികാരമുള്ളത്. പക്ഷെ നല്ലത് ചെയ്യാനും ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ ഒരുപാട് ജനങ്ങൾ, പാവപ്പെട്ട ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ഓരോ ജീവനും വിലയുണ്ട് എന്നുള്ളത് ഓർക്കുക. നമുക്ക് ഒരുമിച്ച് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കാം. ഇത് ഒരു മരണം മാത്രമല്ല, മനുഷ്യത്വത്തിന്റെ ഒരു പ്രതീക്ഷയാണ്. ഇനി ആരും ഇങ്ങനെ കസ്റ്റഡി മരണത്തിന് ഇരയാകേണ്ടി വരരുത്. ഈ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നമുക്കും ശബ്ദമുയർത്താം, നീതിക്ക് വേണ്ടി, പലരുടെയും ജീവന് വേണ്ടി. ഒരു പക്ഷേ ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകില്ല. തമിഴ്നാട്ടിൽ നടന്ന വളരെ ദാരുണമായ ഒരു ലോക്കപ്പ് ഡെത്താണിത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോഴാണ് ആദ്യമേ അറിയുന്നതെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ, ന്യൂസ് പേപ്പേഴ്സൊക്കെ നിങ്ങൾക്കെടുത്ത് നോക്കാം, കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ വിക്കിയോക്സ് മലയാളം എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.